ഇന്ന് കോഴിക്കോട് നിന്ന് മറ്റൊരു വിദ്യാർത്ഥി SFIക്കെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസും എടുത്തിട്ടുണ്ട്. വീണ്ടും ചോദിക്കുന്നു, കോളേജ് എന്താ രാക്ഷസക്കോട്ടയോ? വാഴുന്നത് അലിഖിത നിയമങ്ങളോ? അധപ്പതിച്ചു പോകുന്നതിനിടയാക്കുന്ന സംഘടനാ പ്രവർത്തനമല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തല്ലിക്കൊന്നതെന്ന് കൂട്ടുകാരും പറയുന്നു. അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ? അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത് കോളേജിൽ ഒരു അലിഖിത നിയമമുണ്ടെന്ന്. അതനുസരിച്ചാണ് അവിടെ പരാതികൾ തീർപ്പാക്കപ്പെടുന്നത് എന്ന്. എല്ലാരോടായിട്ട് പറയാന് എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛനും പുത്തരിയല്ല. ആ അലിഖിത നിയമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പരസ്യ വിചാരണയും നഗ്നനാക്കിയുള്ള മർദ്ദനവും ഒക്കെയാണ് എങ്കിൽ അത് എന്ത് നിയമമാണ്? എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ശ്രീ സഞ്ജീവ് PS, അങ്ങേക്ക് പരിചയമുണ്ടോ? നിങ്ങളുടെ സംഘടനയാണല്ലോ കേരളത്തിലെ സിംഹഭാഗം കോളേജുകളും ഭരിക്കുന്നത്. അങ്ങേക്ക് പരിചയമുണ്ടോ ഇത്തരം അലിഖിത നിയമങ്ങൾ? ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാകുന്നത്. അങ്ങേക്ക് പരിചയമുണ്ടോ അലിഖിത നിയമങ്ങൾ വാഴുന്ന കോളേജുകൾ? അതിലൊന്നാണ് പൂക്കോട് കോളേജ്. നിങ്ങളുടെ യൂണിയൻ ഭരിക്കുന്ന കോളേജ് എന്നാണ് പോലീസ് പറയുന്നത്. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരമില്ല. കേരളത്തിലെ ക്യാമ്പസിലെ പൊതുചിത്രം ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ബോധപൂർവമായി ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പസുകളിൽ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന്, അലിഖിതമായ നിയമങ്ങളുണ്ട് എന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടുകൾ, കള്ളക്കഥകൾ പടച്ചുവിടുകയാണ്. ആ കഥകൾ ഓരോന്നായി പരിശോധിക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ അത് പലപ്പോഴും തള്ളിക്കളയുകയാണ്. അതൊക്കെ ഉണ്ട് ആണോ? കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനവും പടച്ചിട്ട വാക്കല്ല അത് എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ കേരള പോലീസ് എഴുതി വെച്ചിരിക്കുന്നതാണ്. മുഖ്യമന്ത്രി അടക്കം അഭിമാനം കൊള്ളുന്ന നമ്മുടെ കേരള പോലീസ് അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വെക്കും എന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? നമ്മുടെ പോലീസ് എന്ന് ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിൽ അതിൽ ഞങ്ങളെയും കൂടി പെടുത്തിയിട്ടുണ്ടോ? നമ്മൾ ഞങ്ങൾ SFIക്കാർ അങ്ങനെ അന്യവൽക്കരിച്ചിട്ടില്ല. ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ് മേഡം? SFIയുടെ സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടെ കള്ളക്കേസിൽ ജയിലിൽ അടച്ച കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. വടിയിൽ കരമുള്ളവരെ വഴിയിൽ ഭയമുള്ളൂ. കേരളത്തിലെ സർക്കാരിന്റെ നയത്തിനനുസരിച്ച് എല്ലാ പോലീസുകാരും പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായം SFIയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നേതാക്കൾക്കെതിരെ കള്ളക്കേസ് പടച്ചുണ്ടാക്കിയതും ജയിലിലടച്ചതും ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പോലീസ് എല്ലാ ഘട്ടത്തിലും ശരിയായ നിലപാടാണ് എടുക്കുന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. SFI സിദ്ധാർത്ഥിന്റെ വീട്ടിന്റെ മുമ്പിൽ ബാനർ വെച്ചിട്ടില്ല. SFI സിദ്ധാർത്ഥിന്റെ വീട്ടിന്റെ മുമ്പിൽ ബാനർ വെച്ചില്ല. SFI സിദ്ധാർത്ഥിന്റെ വീട്ടിന്റെ മുമ്പിൽ ബാനർ വെച്ചില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി S സുരേഷ് നടത്തി. S സുരേഷിന് വായി തോന്നുന്ന കോതയ്ക്ക് പറ്റാന്ന് ഞങ്ങൾക്കറിയാം. ഫ്ലെക്സ് ബോർഡ് ഉയർന്നതെന്നേ SFIയുടെ പേരിലാണെന്നേ, SFI പ്രവർത്തകരാണെന്നാണ് അവകാശപ്പെടുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. SFI അത്തരത്തിലുള്ള ഒരു ബോർഡ് വെക്കാനോ ഫ്ലെക്സ് വെക്കാനോ അവിടെ മുതിർന്നിട്ടില്ല. DYFIക്കാർ പോയിട്ടുണ്ടോ? CPM പോയിട്ടുണ്ടോ? ഞങ്ങൾ അറിവില്ല. ഇനി നീ എങ്ങാനും ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ മാതൃസംഘടന എന്നോ അല്ലെങ്കിൽ പോഷക സംഘടന എന്നൊന്നും നിലയില്ല. ഞങ്ങൾ ഒരു സ്വതന്ത്ര സംഘടനയാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഞങ്ങൾക്ക് ഈ തരത്തിലുള്ള ഈ ബന്ധങ്ങളും ഞങ്ങൾ പറയുന്നതൊക്കെ അവര് പറയുന്നതൊക്കെ ഞങ്ങളും ഓൺ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിനക്കിതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ SFIയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അഭിപ്രായം പറയാൻ വരുന്നുണ്ട്. ഒന്ന് വിലക്കിയേക്കട്ടെ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് AKG സെന്ററിലേക്ക്. ഞങ്ങളൊരു സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരും സ്വീകരിക്കും, മലയാളികൾ എല്ലാവരും സ്വീകരിക്കും. ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല. സഖാവ് MB ഗോവിന്ദൻ മാഷിന്റെ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പറയും. അങ്ങനെ വിയോജിച്ച ഒരു അവസരം കഴിഞ്ഞ ഒരു 8 വർഷത്തിനിടയ്ക്ക് പറയാമോ? ഇപ്പൊ ഇല്ലാന്നേ, ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ചിരിച്ചു പോയനെ. അക്രമം ഞാൻ പോർക്കില്ല മാത്തൂട്ടി ചായ. എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ.